ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സാക്ഷിയായി ഒരിക്കൽ കൂടെ എഴുന്നേറ്റ് നിൽക്കുവാൻ തക്കവണ്ണം കർത്താവ് തന്ന അതിയായ ഈ അവസരത്തെ ഓർത്ത് കർത്താവിനെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ജീവിതകാലമൊക്കെയും എന്നെ പരിപാലിക്കുകയും ചാച്ചൻ്റെ മകനായി ഈ ഭവനത്തിൽ ജനിക്കുവാൻ തക്കവണ്ണം കർത്താവ് കരുണ ചെയ്യുകയും കർത്താവായ യേശു ക്രിസ്തുവിനെ ജീവിതത്തിൻ്റെ രക്ഷിതാവും കർത്താവും നാഥനുമായി സ്വീകരിക്കുവാനുള്ള ഭാഗ്യം ലഭിക്കുകയും ചെയ്ത എനിക്ക് എൻ്റെ യേശുവിൻ്റെ സാക്ഷിയായി ജീവിക്കണമെന്നുള്ള ആഗ്രഹം തന്ന് യേശുവിൻ്റെ കരങ്ങളിലേക്ക് എൻ്റെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുവാനും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കരങ്ങളിൽ ഒരു മെരുങ്ങുന്ന ആയുധമായി തീരുവാൻ തക്കവണ്ണം യേശു എന്നെ ശുദ്ധീകരിക്കുന്നത് അനുഭവിക്കുവാനും എൻ്റെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ എനിക്ക് തന്നെ അത്ഭുതം തോന്നുമാറ് എന്നെ കാണിച്ചു തരികയും ചെയ്യുന്ന നല്ലവനായ യേശുവിനെ ഒരിക്കൽ കൂടി സാക്ഷിക്കുവാൻ തന്ന ഈ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നാം എന്നും കേൾക്കുന്ന ഒരു വാക്കാണ് ക്രൂശ് എന്നുള്ളത്. നാം എവിടെ പോയാലും എല്ലാ പള്ളികളുടെ മുകളിലും അല്ലെങ്കിൽ നാം പലപ്പോഴും കുരിശ് ധരിക്കുകയും കുരിശ് കാണുകയും ആ ക്രൂശിനെ ധ്യാനിക്കുകയും ക്രൂശിനെ നാം ആരാധിക്കുകയും ചെയ്യുന്നവരാണ്. എന്താണ് ഈ ക്രൂശിൻ്റെ അർത്ഥം? നാം പലപ്പോഴും ക്രൂശിനെക്കുറിച്ച് ചിന്തിക്കുകയും ക്രൂശിനെ നാം ആരാധിക്കുകയും ചെയ്യുമ്പോൾ എന്താണ് ക്രൂശിൻ്റെ അർത്ഥമെന്നുള്ളത് നാം ശരിയായി മനസ്സിലാക്കാറില്ല. എന്താണ് ക്രൂശിൻ്റെ മഹത്വം? പഴയ നിയമത്തിൽ കൂടെ നാം കണ്ണോടിച്ച് നോക്കുമ്പോഴും പുതിയ നിയമത്തിലേക്ക് നാം വരുമ്പോഴും നാം അവിടെ കാണുന്ന ഒരു വലിയ കാര്യമുണ്ട്. പഴയ നിയമം ക്രിസ്തുവിലേക്ക് ക്രൂശിലേക്കുള്ള ഒരു ചൂണ്ടുപലകയായി നാം കാണുമ്പോൾ പുതിയ നിയമത്തിൽ അത് യാഥാർത്ഥ്യമായി നമുക്കവിടെ മനസ്സിലാക്കുവാൻ സാധിക്കുകയാണ്. ക്രൂശ് എന്താണ്? ക്രൂശിൻ്റെ അർത്ഥം എന്താണ്? ക്രൂശിൻ്റെ മഹത്വം നാം യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ നാം കാണുന്നുണ്ട്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. For God so loved the world that he gave his only begotten Son, that whoever believes in him shall not perish but have everlasting life, have eternal life. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ബൈബിൾ വേദപുസ്തകം ഒന്നായി തന്നെ ഈ ഒരൊറ്റ വാക്യത്തിൽ ക്രോഡീകരിച്ചിരിക്കുകയാണ്. വേദപുസ്തകത്തിൻ്റെ മുഴുവൻ അർത്ഥവും ഈ ഒരൊറ്റ വാക്കിൽ നമുക്ക് ഉള്ളടക്കം ചെയ്യുവാനായിട്ട് സാധിക്കും. നമുക്കറിയാം, വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിൽ 4 സുവിശേഷങ്ങളുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം, വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം, വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം. 4 സുവിശേഷങ്ങൾ. 5-ാമത് ഒരു സുവിശേഷമുണ്ട് എന്ന് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. അത് അപ്പോസ്തല പ്രവൃത്തികളാണ്, പരിശുദ്ധാത്മാവിൻ്റെ സുവിശേഷം, ദ ഗോസ്പൽ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. 6-ാമത്തെ സുവിശേഷമായിട്ടാണ് ഈ വാക്യം, യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം നാം കാണുന്നത്. വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് എ ഗോസ്പൽ വിത്തിൻ ദ ഗോസ്പൽ, സുവിശേഷത്തിൻ്റെ ഉള്ളിലെ സുവിശേഷം, 6-ാമത്തെ സുവിശേഷം. എന്തുകൊണ്ടാണ് ഈ വാക്യത്തിന് ഇത്രമാത്രം പ്രാധാന്യം ലഭിച്ചിരിക്കുന്നത്? ജനതതിയുടെ മുഴുവൻ ജീവിതവും അവരുടെ ഭാവിയും ഭൂതകാലവും എല്ലാം ഒറ്റ വാക്കിൽ ഉള്ളടക്കം ചെയ്തിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നാം ഇവിടെ നോക്കുമ്പോൾ കാണുന്നത് തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. നാം 3 കുരിശുകൾ കാൽവറിയിൽ കാണുന്നുണ്ട്. ഒന്ന്, അവിടെ പാപത്തെ ഏറ്റുപറഞ്ഞ കള്ളൻ്റെ കുരിശ്, വലത്ത് ഭാഗത്തെ കുരിശ് എന്ന് നാം പറയും. 2-ാമത്തത് പാപത്തിൽ മരിച്ചുപോയ കള്ളൻ്റെ കുരിശ്, ഇടത്ത് ഭാഗത്തെ കള്ളൻ്റെ കുരിശ് എന്ന് പറയും. 3-ാമത്തെ കുരിശ് നടുവിലത്തെ കുരിശ്. ആദ്യത്തെ കുരിശ്, വലത്ത് ഭാഗത്തെ കുരിശ്, അത് പാപത്തിന് മരിച്ച കുരിശാണ്. അത് ഹി ഡൈഡ് ടു സിൻ, പാപത്തിന് മരിച്ച കുരിശ്. അവൻ തൻ്റെ പാപത്തെ ഏറ്റുപറഞ്ഞ് ആ പാപത്തിന് മോചനം ലഭിച്ച് യേശുവെ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണമേ എന്ന് പറഞ്ഞ് കർത്താവായ യേശു ക്രിസ്തുവിനോട് യാചിച്ച ആ കുരിശ്.
ഇടത്തുഭാഗത്തെ കുരിശ് ഹി ഡൈഡ് ഇൻ സിൻ, പാപത്തിൽ മരിച്ച ആ കുരിശ്, പാപത്തെ ഏറ്റുപറഞ്ഞില്ല, അവൻ അവിടെ അവൻ്റെ പാപത്തിൽ മരിക്കുകയാണ്. നടുവിലത്തെ കുരിശ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കുരിശ് ഹി ഡൈഡ് ഫോർ സിൻ, പാപത്തിന് വേണ്ടി മരിച്ച ആ കുരിശ്. എന്താണ് കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ കൂടി നേടിത്തന്നത്? പാപമോചനമാണ് ക്രൂശിൽ കൂടെ നേടിത്തന്നത്. ആദിമ മനുഷ്യൻ പാപം ചെയ്തു. ആദിമ മനുഷ്യൻ പാപം ചെയ്ത് ഏദൻ പറുദീസയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. ആ ഏദൻ പറുദീസയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആ ആദിമ മനുഷ്യനെ, ആദാമിൻ്റെയും അവൻ്റെ സന്തതി പരമ്പരകളെയും എല്ലാം രക്ഷിക്കുവാനായി കർത്താവായ യേശുക്രിസ്തു സ്വർഗമെല്ലാം വിട്ട് ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. തൻ്റെ ആ സ്വർഗത്തിലെ മഹിമയെല്ലാം വിട്ട് ഈ ലോകത്തിലേക്ക് വന്ന് ഒരു പൂർണ്ണ മനുഷ്യനായി ഈ ലോകത്തിൽ ജീവിച്ച്, പാപം തെല്ലും ഏൽക്കാതെ പാപത്തോടെ ജയിച്ച്, ഒന്നും ഏശാതെ കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിൽ 33.5 വർഷക്കാലം ഈ ലോകത്തിൽ ജീവിച്ച്, നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങൾക്ക് വേണ്ടി മരിച്ച് 3-ാം ദിവസം ഉയർത്തുന്നേറ്റ് ഇന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥത യാചിച്ചുകൊണ്ട് പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുകയാണ്. ഞാൻ ഒരു വളരെയധികം പ്രസിദ്ധമായ ഒരു ഇംഗ്ലീഷ് പാട്ട് കേട്ടിട്ടുണ്ട്. ആ ഇംഗ്ലീഷ് പാട്ടിൽ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്: നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ച കർത്താവായ യേശുക്രിസ്തു ഒരു ഇമാൻസിപ്പേഷൻ പ്രൊക്ലമേഷൻ ആ കാൽവരി ക്രൂശിൽ, ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനം ആ കാൽവരി ക്രൂശിൽ കർത്താവായ യേശുക്രിസ്തു വിളംബരം ചെയ്തു. അതിപ്രകാരമാണ് ആ പാട്ട്: ഓ വാട്ട് എ വണ്ടർഫുൾ വണ്ടർഫുൾ ഡേ, ദ ഡേ ഐ വിൽ നെവർ ഫോർഗെറ്റ്. അതെത്രമാത്രം സന്തോഷകരമായൊരു ദിനമാണ്. ആ ദിവസം എനിക്ക് ഒരിക്കലും മറക്കുവാൻ സാധിക്കുകയില്ല. ആഫ്റ്റർ ഐ വാണ്ടേർഡ് ഇൻ ഡാർക്ക്നെസ് എവേ, ജീസസ് മൈ സേവിയർ ഐ മെറ്റ്. ഞാൻ പാപത്തിൻ്റെ അന്ധകാരത്തിൽ കൂടെ ഇങ്ങനെ അലഞ്ഞു നടന്ന ആ സമയത്ത് എൻ്റെ രക്ഷകനായ കർത്താവായ യേശുക്രിസ്തുവിനെ ഞാൻ കണ്ടുമുട്ടി. ഓ വാട്ട് എ വണ്ടർ, ഓ വാട്ട് എ ടെൻഡർ കമ്പാഷനറ്റ് ഫ്രണ്ട്, ഹി മെറ്റ് ദ നീഡ് ഓഫ് മൈ ഹാർട്ട്. അത്രമാത്രം സ്നേഹവാനായ കർത്താവായ യേശുക്രിസ്തു എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ അവൻ സാധിപ്പിച്ചു തന്നു. ഷാഡോസ് ഡിസ്പെല്ലിംഗ് വിത്ത് ജോയ് ഐ ആം ടെല്ലിംഗ്. എൻ്റെ ജീവിതത്തിൻ്റെ അന്ധകാരമെല്ലാം മാറി ഞാൻ സമാധാനത്തോടുകൂടെയും സന്തോഷത്തോടെയും പറയുകയാണ്: ഹി മെയ്ഡ് ഓൾ ദ ഡാർക്ക്നെസ് ഡിപ്പാർട്ട്. എൻ്റെ ജീവിതത്തിലെ അന്ധകാരമെല്ലാം അവൻ മാറ്റി. എന്നിട്ട് പറയുകയാണ്: ഹെവൻ കെയിം ഡൗൺ ആൻഡ് ഗ്ലോറി ഫിൽ മൈ സോൾ. സ്വർഗം എൻ്റെ അടുക്കിലേക്ക് ഇറങ്ങി വന്ന് എൻ്റെ ജീവിതത്തെ കരുണയും കൃപയും അവൻ നിറച്ചു. വെൻ അറ്റ് ദ ക്രോസ് ദ സേവിയർ മെയ്ഡ് മി ഹോൾ. എൻ്റെ ജീവിതത്തെ പൂർണ്ണമാക്കി തീർത്ത ആ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ്. മൈ സിൻസ് വർ വാഷ്ഡ് അവേ ആൻഡ് മൈ നൈറ്റ് വാസ് ടേൺ ടുഡേ. എൻ്റെ ജീവിതത്തിലെ പാപങ്ങളെല്ലാം അവൻ കഴുകിക്കളഞ്ഞു. ആൻഡ് മൈ നൈറ്റ് വാസ് ടേൺ ടുഡേ. എൻ്റെ ജീവിതത്തിലെ രാത്രിയെല്ലാം അവൻ പ്രഭാതമാക്കി മാറ്റി, അവനൊരു ദിവസമാക്കി മാറ്റി, അവനൊരു ദിനമാക്കി മാറ്റി, നല്ല പ്രകാശപൂരിതമായ ഒരു ദിനമാക്കി അവൻ എൻ്റെ ജീവിതത്തിലെ രാത്രിയെല്ലാം മാറ്റി. വീണ്ടും പാടുകയാണ്: ബോൺ ഓഫ് ദ സ്പിരിറ്റ് വിത്ത് ലൈഫ് ഫ്രം എബവ്. ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുന്നത് ആത്മാവിൽ ജീവിച്ചിരിക്കുകയാണ്. പാപത്തിന് മരിച്ചവനായി ഇന്ന് ഞാൻ ആത്മാവിൽ ജീവിച്ചിരിക്കുകയാണ്. എൻ്റെ ഗോഡ്സ് ഫാമിലി ഡിവൈൻ. ഞാൻ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആ നിത്യനായ ദൈവത്തിൻ്റെ ആ വീട്ടിലേക്ക് ഞാനിന്ന് ജനിച്ചിരിക്കുകയാണ്. ജസ്റ്റിഫൈഡ് ഫുള്ളി ത്രൂ കാൽവറീസ് ലവ്. ക്രൂശിലെ സ്നേഹത്താൽ ഞാനിന്ന് പൂർണ്ണമായി ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ഞാനിന്ന് പൂർണ്ണമായി കഴുകപ്പെട്ടിരിക്കുകയാണ്. ഞാനിന്ന് പൂർണ്ണമായി മോചിക്കപ്പെട്ടിരിക്കുകയാണ്. ഓ വാട്ട് എ സ്റ്റാൻഡിങ് ഈസ് മൈൻ. എൻ്റെ ജീവിതം എത്രമാത്രം നല്ലതായി തീർന്നിരിക്കുകയാണ്. ഞാനിന്ന് പൂർണ്ണനായി തീർന്നിരിക്കുകയാണ്. ഞാനിന്ന് മുഴുവനായി എഴുന്നേറ്റ് നിൽക്കുവാൻ തക്കവണ്ണം, ശക്തിയോടുകൂടി എഴുന്നേറ്റ് നിൽക്കുവാൻ തക്കവണ്ണം എനിക്ക് ദൈവം കരുണ തന്നിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, വീണ്ടും പറയുകയാണ്: ഓ വാട്ട് എ സ്റ്റാൻഡിങ് ഈസ് മൈൻ ആൻഡ് ദ ട്രാൻസാക്ഷൻ സോ ക്വിക്ലി വാസ് മെയ്ഡ്. ആ ഇടപാട്, ആ ട്രാൻസാക്ഷൻ, ആ വിൽക്കൽ വാങ്ങൽ എത്രമാത്രം പെട്ടെന്നാണ് സംഭവിച്ചത്. ആൻഡ് ദ ട്രാൻസാക്ഷൻ സോ ക്വിക്ലി വാസ് മെയ്ഡ് വെൻ ആസ് എ സിന്നർ ഐ കെയിം. ഒരു പാപിയായി ഞാൻ വന്നപ്പോൾ യേശുക്രിസ്തു എൻ്റെ പാവങ്ങളെല്ലാം എത്ര പെട്ടെന്നാണ് അതെല്ലാം കഴുകിക്കളഞ്ഞത്. took off the offer of grace he did proffer, he saved me, oh praise his dear name. അവൻ എൻ്റെ ജീവിതത്തിൽ കൃപയും കരുണ കൊണ്ട് എൻ്റെ ജീവിതത്തെ അവൻ നിറച്ചിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന് യേശുക്രിസ്തുവിൻ്റെ സന്നിധിയിൽ നമ്മുടെ പാപങ്ങളെല്ലാം നാം ഏറ്റുപറയുമ്പോൾ നമുക്ക് പാപമോചനമാണ് ലഭിക്കുന്നത്. പാപമോചനം കിട്ടുന്നതിൻ്റെ സമാധാനം, പാപമോചനം കിട്ടുന്നതിൻ്റെ ആ ഒരു ഉറപ്പ്. പ്രിയമുള്ളവരെ, ഒന്നാമതായി ക്രൂശിൽ കൂടെ കർത്താവായ യേശുക്രിസ്തു നേടിത്തന്നത് പാപമോചനമാണ്. രണ്ടാമതായി കർത്താവായ യേശുക്രിസ്തു നേടിത്തന്നത്
എന്താണ്? അവിടെ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ നമുക്ക് ലഭിക്കുന്നത് നിത്യജീവനാണ്. 1 യോഹന്നാൻ്റെ ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ നാം ഇപ്രകാരമാണ് വായിക്കുന്നത്: അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. പ്രിയമുള്ളവരെ, യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം ശക്തനായി നമ്മളോട് കൂടെ ഇരിക്കുകയാണ്. അവൻ നമുക്ക് മുമ്പിൽ നീതിമാനായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഒന്ന് മാത്രം നാം ചെയ്യേണ്ടതുള്ളൂ. എൻ്റെ യേശുവിനോട് നാം പ്രാർത്ഥിക്കുക: എൻ്റെ യേശുവേ, ഞാൻ എത്രമാത്രം പാപം ചെയ്തവനാണ്, എല്ലാം ഞാൻ ഉപേക്ഷിക്കുകയാണ്. ഇനി ഞാൻ പാപത്തിൻ്റെ വഴിയിൽ നടക്കുകയില്ല. ആ വലത്ത് ഭാഗത്തെ കള്ളൻ പറഞ്ഞപ്പോൾ കർത്താവായ യേശുക്രിസ്തു എന്താണ് പറഞ്ഞത്? നീ ഇന്ന് എന്നോടുകൂടെ പരദീസയിലിരിക്കും. അതാണ് രണ്ടാമത് ക്രൂശ് നേടിത്തരുന്നത്. നിത്യജീവനാണ് കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ കൂടെ നമുക്ക് വാഗ്ദാനം ചെയ്തു തരുന്നത്. നീ ഇന്ന് എന്നോടുകൂടെ പരദീസയിലിരിക്കും. നിന്റെ പാപമെല്ലാം മാറ്റിക്കളഞ്ഞ് നിനക്ക് കർത്താവായ യേശുക്രിസ്തുവിനോട് കൂടെ ഇരിക്കുവാനുള്ള ആ ഒരു വരമാണ് തരുന്നത്. ആ ക്രൂശിൻ്റെ ആ ശക്തി നീ അനുഭവിച്ചു കഴിയുമ്പോൾ നിത്യജീവനാണ് നിനക്ക് കിട്ടുന്നത്. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിച്ച് കഴിയുമ്പോൾ നിത്യജീവൻ്റെ അവകാശം ലഭിക്കുകയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വാക്ക് സങ്കീർത്തന പുസ്തകങ്ങളിലുണ്ട്: അളവ് നൂൽ എനിക്ക് മനോഹര ദേശത്തെ വീണിരിക്കുന്നു, അതേ എനിക്ക് നല്ലൊരു അവകാശം ലഭിച്ചിരിക്കുന്നു. നല്ലൊരു അവകാശം, നിത്യജീവൻ്റെ അവകാശം, എവർലാസ്റ്റിംഗ് ലൈഫിൻ്റെ അവകാശം, നിത്യജീവൻ്റെ അവകാശം. ഈ ലോക ജീവിതം കടന്ന് മരണയോർദാൻ കടന്ന് കരയിലേക്ക് കടന്നു പോകുമ്പോൾ എങ്ങോട്ട് പോകുന്നു എന്നുള്ള ഉറപ്പോടുകൂടി പോകുന്നതിൻ്റെ ആ അവകാശം, സ്വർഗരാജ്യത്തിൻ്റെ അവകാശം, മരണശേഷം നാം എന്ത് പ്രാപിക്കുമെന്നുള്ളതിൻ്റെ അവകാശം. പ്രിയമുള്ളവരെ, നാം ആർക്കെങ്കിലും ഈ അവകാശം ലഭിച്ചിട്ടില്ല എങ്കിൽ ഈ സമയത്ത് നാം ഇരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ, ആ കാൽവരി ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ നമ്മുടെ പാപങ്ങൾക്ക് മോചനം ലഭിച്ചിട്ടില്ല എങ്കിൽ, യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൽ പാപമോചനം ലഭിച്ച് യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൽ പാപങ്ങളെല്ലാം കഴുകപ്പെട്ട് ആ നിത്യജീവൻ്റെ അവകാശം ആർക്കെങ്കിലും ലഭിച്ചിട്ടില്ല എങ്കിൽ ഇന്ന് ഈ സുദിനം യേശുക്രിസ്തുവിൻ്റെ പാപമോചനം ലഭിക്കുന്ന ആ അനുഭവം സ്വായത്തമാക്കുവാനും ആ നിത്യജീവൻ്റെ അവകാശം പ്രാപിച്ചുകൊണ്ട് എഴുന്നേറ്റ് പോകുവാനും ദൈവം നമുക്ക് സംഗതി തരട്ടെ. ദൈവത്തിന് സ്തോത്രം. മൂന്നാമതായി, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൽ കൂടെ നമുക്ക് ലഭിക്കുന്നത് പുതിയ സൃഷ്ടിയായി തീരുന്നു. നാം വായിക്കുന്നുണ്ട്: ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, സകലവും പുതുതായി തീർന്നിരിക്കുന്നു. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി തീർന്നിരിക്കുന്നു. പ്രിയമുള്ളവരെ, യേശുക്രിസ്തു നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ജീവിതത്തിന് മാറ്റമുണ്ടാകും. യേശുക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ നാഥനും കർത്താവുമായി വസിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് മാറ്റമുണ്ടാകും. പഴയ ജീവിതം മാറ്റി പഴയ പാപമംഗലമായ ജീവിതത്തിൽ നിന്ന് യാത്ര പറഞ്ഞ് പുതിയൊരു വഴിയിൽ കൂടെ യാത്ര ചെയ്യുവാനും പുതിയൊരു പന്ഥാവിൽ കൂടെ മുന്നോട്ട് പോകുവാനും നമുക്ക് ഭാഗ്യം ലഭിക്കും. എന്താണ് നമുക്ക് കിട്ടുന്ന വലിയ ഭാഗ്യം? ആ ഒരു പുതിയ സൃഷ്ടിയുടെ അനുഭവം നമുക്ക് ലഭിക്കും. അപ്പോസ്തലനായ പൗലോസ് 2 കൊരിന്ത്യർക്ക് ലേഖനത്തിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യമാണ് ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറഞ്ഞത്. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. തകർന്നുപോയ ജീവിതങ്ങൾ, ഉടഞ്ഞുപോയ ജീവിതങ്ങൾ, വികലമായിപ്പോയ ജീവിതങ്ങൾ, പാപത്തിൽ അതിൻ്റെ ആ മട്ടൂറ്റി കുടിച്ചുകൊണ്ട് ജീവിച്ച് എല്ലാം തീർന്നുപോയ ജീവിതങ്ങൾ, എല്ലാം പിശാചിൻ്റെ ചണ്ടിയായി അവശേഷിച്ച ജീവിതങ്ങൾക്ക് പുതിയ നാമ്പ് തരുവാനും പുതിയ കിളിർപ്പ് തരുവാനും പുതിയ ജീവിതം ആരംഭിക്കുവാനും കർത്താവായ യേശുക്രിസ്തു ഭാഗ്യം തരുന്നു ക്രൂശിൽ വിശ്വസിക്കുന്നതിൽ കൂടെ. ഞാൻ വായിച്ചിട്ടുണ്ട്, നമ്മളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പൊട്ടിപ്പോയാൽ, എന്തെങ്കിലും അബദ്ധവശാലോ അല്ലെങ്കിൽ നാം എന്തെങ്കിലും അശ്രദ്ധ കൊണ്ടോ നമ്മളുടെ ജീവിതത്തിൽ, നമ്മളുടെ ഓരോ ദൈനംദിന ജീവിതത്തിൽ എന്തെങ്കിലും പൊട്ടിപ്പോയാൽ നാം എന്താണ് ചെയ്യുന്നത്? അത് നാം ഉപേക്ഷിക്കും. നാം അത് ഇനി കൊള്ളുകയില്ല എന്ന് പറഞ്ഞ് നാം അതിനെ മാറ്റിവെക്കും. നാം ഒരിക്കലും വീണ്ടും അത് റിപ്പയർ ചെയ്യുവാനോ വീണ്ടും അത് പുതുക്കി പണിയുവാനോ നാം നോക്കാറില്ല. ഒരു പാത്രം പൊട്ടിപ്പോയി ഇരിക്കട്ടെ, ആ പാത്രം നാം എന്താണ് ചെയ്യുന്നത്? ആ പൊട്ടിപ്പോയത് അങ്ങനെ പൊട്ടിപ്പോകട്ടെ എന്ന് വിചാരിച്ച് നാം പുതിയ പാത്രം വാങ്ങിക്കും. എന്നാൽ ജാപ്പനീസ് കലയുണ്ട്, ജപ്പാനിലെ ഒരു കലയുണ്ട്, അതിൻ്റെ പേര് കിൻസുഗി എന്നാണ്. ആ കിൻസുഗി എന്ന ആ കലയിൽ ഏതെങ്കിലും പാത്രം പൊട്ടിപ്പോയാൽ അവരെന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ആ പാത്രം പൊട്ടിപ്പോയതിനെ അവർ കളയാതെ അതിൽ സ്വർണത്തിൻ്റെ ചില മിശ്രിതങ്ങളെല്ലാം ചേർത്ത് സ്വർണത്തിൻ്റെ പെയിൻ്റെല്ലാം അടിച്ച്, അല്ലെങ്കിൽ നല്ല വിലയേറിയ ചില പെയിൻറ്റുകളെല്ലാം അടിച്ച് വളരെയധികം നന്നായി ആ പാത്രം വീണ്ടും അതിൻ്റെ കഷ്ണങ്ങളെല്ലാം ചേർത്ത് പിടിപ്പിച്ച്
അത് ഒരു നല്ലൊരു മാസ്റ്റർ പീസായിട്ട്, ഒരു പുതിയൊരു പാത്രമായിട്ട് അവർ അങ്ങനെ എടുത്ത് അവരുടെ ഷോക്കേസിൽ വയ്ക്കും. അല്ലെങ്കിൽ എവിടെയെങ്കിലും അത് പ്രദർശിപ്പിക്കുവാനായി സാധിക്കുന്ന ഒരു സ്ഥലത്ത് അതിനെ പ്രദർശിപ്പിക്കും. അങ്ങനെ ഒരു കലയാണ് കിൻസുഗി എന്ന് പറയുന്ന ആ കല, ജപ്പാനിലുള്ള. അങ്ങനെ പൊട്ടിപ്പോയ പാത്രങ്ങളെല്ലാം അവർ അതിനെ കളയാതെ അവരതിനൊരു മാസ്റ്റർ പീസായിട്ട് അവരതിനെടുത്തു വയ്ക്കും. പ്രിയമുള്ളവരെ, നമ്മളുടെ പൊട്ടിപ്പോയ ജീവിതത്തെ ആ മാസ്റ്റർ ക്രാഫ്റ്റ്സ്മാനായ, ആ അതിവിദഗ്ധ കലാകാരനായ, ആ കലവിരുതുള്ള കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക്, അത്രയധികം ശക്തമായ കലവിരുതുള്ള ആ ശില്പിയായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മളുടെ പൊട്ടിപ്പോയ പാത്രങ്ങളും ഞങ്ങളുടെ വികലമായ ജീവിതത്തിൻ്റെ ആ പൊട്ടിപ്പോയ ഓരോ വശങ്ങളെല്ലാം, കഷ്ണങ്ങളെല്ലാം ചേർത്ത് വെച്ച് കർത്താവായ യേശുക്രിസ്തു ഒരു പുതിയ പാത്രമായി, ആദ്യത്തേലും മനോഹരമായ ഒരു പാത്രമായി അവനതിനെ രൂപാന്തരപ്പെടുത്തുകയും ആര് കണ്ടാലും എത്രമാത്രം നല്ലത് എന്ന് പറയുവാൻ തക്കവണ്ണം ഒരു നല്ലൊരു പാത്രമായി രൂപാന്തരപ്പെടുത്തി, എല്ലാവരും കാണത്തക്കവണ്ണം, എല്ലാവരുടെയും മുമ്പിൽ പ്രദർശിപ്പിക്കുവാൻ തക്കവണ്ണം നല്ലൊരു പാത്രമായി അവനതിനെ രൂപാന്തരപ്പെടുത്തും. എന്നെ കേൾക്കുന്ന സഹോദരീ സഹോദരങ്ങൾ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, എപ്പോഴെല്ലാം ജീവിതം ഒരു കഷ്ണങ്ങളായി മാറ്റപ്പെട്ടവരുണ്ട് എങ്കിൽ, ജീവിതം അങ്ങനെ ആ പൊട്ടിപ്പോയവർ എന്നെ കേൾക്കുന്നവരുണ്ട് എങ്കിൽ, ഒരു കാര്യം നിങ്ങൾ തീരുമാനിക്കുക. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളുടെ പൊട്ടിപ്പോയ ജീവിതത്തെ, നിങ്ങളുടെ വികലമായി പോയ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ യേശുക്രിസ്തു അതിനെ വീണ്ടും രൂപാന്തരപ്പെടുത്തി, വീണ്ടും അതിനെ മെനഞ്ഞ്, വീണ്ടും അതിനെ പണിത്, ഒരു കുശവൻ്റെ കയ്യിലെ കളിമൺ പോലെ അവനതിനെ വീണ്ടും രൂപാന്തരപ്പെടുത്തി പഴയതിലും മനോഹരമായൊരു പാത്രമാക്കി മാറ്റും. പ്രിയമുള്ളവരെ, എന്താണ് ഈ പൊട്ടിപ്പോയ കഷ്ണത്തിന് അതിൻ്റെ ഉള്ള ആ പ്രത്യേകത? ഏത് പൊട്ടിപ്പോയ കഷ്ണവും ഒരു ഹിസ്റ്ററി പറയും, ഒരു ചരിത്രം പറയും. ഇറ്റ് ഇസ് ഗോട്ട് എ സ്റ്റോറി. ഓരോ പൊട്ടിപ്പോയ കഷ്ണത്തിനും ഒരു ചരിത്രമുണ്ട്. പൊട്ടിപ്പോയ ഓരോ കഷ്ണത്തിനും ഒരു പാസ്റ്റ് ഉണ്ട്, ഒരു ഭൂതകാലമുണ്ട്, ഒരു കഥയുണ്ട് അതിൻ്റെ പിറകിൽ. അതാണ് പൊട്ടിപ്പോയ കഷ്ണങ്ങളുടെ എല്ലാം പ്രത്യേകത. ആ പൊട്ടിപ്പോയ കഷ്ണങ്ങളെല്ലാം ചേർത്ത് വെച്ച് കഴിയുമ്പോൾ ആ കഥയെല്ലാം മാറി, പഴയ കഥയെല്ലാം മാറി, പുതിയൊരു കഥ അതിനെ രൂപം കൊടുക്കുവാൻ തക്കവണ്ണം യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കും. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം. നാലാമതായി, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൽ വിശ്വസിക്കുന്നതോടുകൂടി എന്താണ് നമുക്ക് ലഭിക്കുന്നത്? യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് സമാധാനം തരും. യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൽ വിശ്വസിച്ച് യേശുക്രിസ്തുവിൻ്റെ ആ പരമയാഗത്തിൽ വിശ്വസിക്കുന്നതിൽ കൂടെ നമുക്ക് സമാധാനം ലഭിക്കും. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് എന്ന് പറഞ്ഞ കർത്താവായ യേശുക്രിസ്തു. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്ന് പറഞ്ഞ കർത്താവായ യേശുക്രിസ്തു. യേശുക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ നാം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ സമാധാനമില്ലാത്ത ജീവിതത്തിൽ, സ്വസ്ഥതയില്ലാത്ത ജീവിതത്തിൽ, സമാധാനം കണി കണ്ടിട്ടില്ലാത്ത ജീവിതത്തിൽ, സമാധാനമില്ലാതെ നെട്ടോട്ടം ഓടുന്ന ഓരോരുത്തരും യേശുവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ സമാധാനം ജീവിതത്തിലേക്ക് ഇറങ്ങി വരികയും സമാധാനം കൊണ്ട് നമ്മുടെ ജീവിതത്തെ നിറയ്ക്കുകയും ചെയ്യുന്ന ആ അതിമനോഹരമായ അവസ്ഥ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്. 4-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം മുതൽ, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു, നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു, ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുകയത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ നിലവുകളെയും ഹൃദയങ്ങളെയും ക്രിസ്തുയേശുവിങ്കൽ കാത്തുകൊള്ളും. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം, ഒരു ബുദ്ധിക്കും മനസ്സിലാക്കുവാൻ സാധിക്കുകയില്ലാത്ത ദൈവസമാധാനം, ബിയോണ്ട് എനിബഡീസ് അണ്ടർസ്റ്റാൻഡിങ് എന്നാണ് ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ പറയുന്നത്. ബിയോണ്ട് എനിബഡീസ് അണ്ടർസ്റ്റാൻഡിങ്, ആർക്കും മനസ്സിലാക്കുവാൻ സാധിക്കാത്ത ഒരു സമാധാനം നമ്മുടെ ജീവിതത്തിൽ അവൻ തരും. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം സമാധാനം കൊണ്ട് നിറയും. എനിക്ക് അത് പറയുവാനായിട്ട് ഏറ്റവും സന്തോഷമുണ്ട്. എൻ്റെ ജീവിതത്തിൽ സമാധാനമില്ലാതെ നിന്ന കാലങ്ങളിൽ, സമാധാനമില്ലാതെ ഞാൻ നിരാശയുടെ പടുകുഴിയിൽ താണുപോയ ആ സമയങ്ങളിലെല്ലാം എൻ്റെ യേശുവിൻ്റെ കരങ്ങളിലേക്ക് എൻ്റെ ജീവിതത്തെ ഞാൻ ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തെ അവൻ സമാധാനം കൊണ്ട് നിറച്ച്, എൻ്റെ ജീവിതത്തെ അവൻ സന്തോഷം കൊണ്ട് നിറച്ച്, എൻ്റെ ജീവിതത്തിൽ പുതിയ പാട്ടവൻ തന്ന്, എൻ്റെ നാവിൽ സ്തുതി തന്ന്, എൻ്റെ നാവിൽ ഹല്ലേലൂയ തന്ന്, എൻ്റെ നാവിൽ കർത്താവിനെ ആരാധിക്കുവാനുള്ള ആ ഒരു അവസരവും, കർത്താവിനെ ആരാധിക്കുവാനുള്ള
ആ ഒരു ഭാഗ്യവും തന്ന് എന്നെ ഇവൻ നടത്തിക്കൊണ്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, സമാധാനമില്ലാതെ ആരെങ്കിലും എന്നെ കേൾക്കുന്നവരുണ്ട് എങ്കിൽ, സമാധാനമില്ലാതെ ആരെങ്കിലും എന്നെ കേൾക്കുന്നവരായി എൻ്റെ മുമ്പിൽ ഇരിക്കുന്നവരാരെങ്കിലും ഉണ്ടോ എങ്കിൽ, പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. സമാധാനത്തിൻ്റെ ദാതാവായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളുടെ ജീവിതത്തെ നാം ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സമാധാനം നമുക്കവൻ തരും. പ്രിയമുള്ളവരെ, നിരാശ മാറ്റിത്തരും. നിൻ്റെ ജീവിതം തകർന്നു പോയതാണെങ്കിലും, നിൻ്റെ ജീവിതത്തിൽ ഒരു ആശയ്ക്ക് വകയില്ലെങ്കിലും യേശു നിനക്ക് സമാധാനം തരും. സമാധാനമില്ലാത്ത ജീവിതത്തിൽ ഈ ലോകത്തിന് തരാൻ കഴിയാത്തതും ഈ ലോകത്തിന് എടുത്തു കളയുവാൻ കഴിയാത്തതുമായ സമാധാനം കൊണ്ട് നമ്മളുടെ ജീവിതത്തെ അവൻ നിറയ്ക്കും. പ്രിയമുള്ളവരെ, യേശുവിൻ്റെ കരങ്ങളിലേക്ക് നിൻ്റെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ നിനക്ക് മനസ്സുണ്ടോ? ഈ സമയത്ത്, കർത്താവിൻ്റെ വചനം കേൾക്കുന്ന ഈ സമയത്ത് യേശുവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ നാം ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഈ ലോകത്തിൽ പറവുകളെ പോലെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എതിർപ്പുകളും നിറഞ്ഞ ഈ ലോകത്തിൻ്റെ നടുവിൽ കൂടെ സമാധാനം കൊണ്ട് നിറഞ്ഞുകൊണ്ട് സമാധാനത്തിൻ്റെ സാക്ഷികളായി ഈ ലോകത്തിൽ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ ജീവിക്കുന്നുണ്ട്. ആ യേശു ക്രിസ്തു സമാധാനം തരുന്നവനാണ്. ഈ സമാധാനമില്ലാത്ത ഈ ലോകത്തിൽ, സമാധാനത്തിന് വേണ്ടി അഴലുന്ന ഈ ലോകത്തിൽ, സമാധാനത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പായുന്ന ഈ ലോകത്തിൻ്റെ നടുവിൽ സമാധാനം തന്നുകൊണ്ട്, നമ്മെ സമാധാനം കൊണ്ട് നിറച്ചുകൊണ്ട്, ആ സമാധാനം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാൻ തക്കവണ്ണം നമ്മെ ശക്തരാക്കിക്കൊണ്ട് യേശുവിൻ്റെ കരങ്ങളിൽ ഉപയോഗപ്പെട്ടുകൊണ്ട്, യേശുവിൻ്റെ കരങ്ങളിൽ മെരുങ്ങുന്ന ആയുധങ്ങളായി രൂപാന്തരപ്പെട്ടുകൊണ്ട് യേശുവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ട് ആർക്കെങ്കിലും മനസ്സുണ്ടോ? പ്രിയമുള്ളവരെ, അങ്ങനെ മനസ്സുണ്ടെങ്കിൽ ഇന്ന് ഈ സമയത്ത് സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്ന് പറഞ്ഞ കർത്താവായ യേശു ക്രിസ്തു ഇന്ന് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് സമാധാനത്തിൻ്റെ ദൂതുമായി, സമാധാനവുമായി അവൻ നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വരും. പ്രിയമുള്ളവരെ, അവൻ സമാധാനം തരുന്നവരാണ്. അവസാനമായി ക്രിസ്തുവിൽ വിശ്വസിച്ച് കഴിയുമ്പോൾ, പാപമോചനത്തിൻ്റെ സമാധാനം നാം അനുഭവിച്ചു കഴിയുമ്പോൾ, നാം യേശുവിൻ്റെ സൗരഭ്യം പരത്തുന്നവരായി, യേശുവിൻ്റെ സാക്ഷികളായി നാം മാറും. യേശുവിൻ്റെ സൗരഭ്യം പരത്തുന്നവരായി അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, ക്രിസ്തു യേശുവിൽ നമ്മെ ജയോത്സവമായി നടത്തുന്ന കർത്താവായ യേശു ക്രിസ്തു. 2 കൊരിന്ത്യർക്ക് ലേഖനം അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യങ്ങൾ. ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെക്കൊണ്ട് തൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. തൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന കർത്താവിന് സ്തോത്രം. നമ്മെ അവൻ്റെ സാക്ഷികളായി തീർക്കും. തൻ്റെ സൗരഭ്യവാസന പരത്തുന്ന അവൻ്റെ സാക്ഷികളായി നമ്മെ അവൻ തീർക്കും. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം. അപ്പോസ്തലൻ പറയുന്നുണ്ട്, സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. അപ്പോസ്തലനായ പൗലോസ് വീണ്ടും പറയുന്നുണ്ട്, അപ്പോസ്തല പ്രവൃത്തികളിൽ അതിൻ്റെ 20-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യം, എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എൻ്റെ ഓട്ടവും സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു ക്രിസ്തു തന്ന വേലയും തികയ്ക്കണമെന്ന് എനിക്കുള്ളൂ. എൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് എൻ്റെ വേല തികയ്ക്കുക. എനിക്ക് തന്ന വേല തികച്ചുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെടുക. എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ആ വേലയും തികയ്ക്കണമെന്ന് എനിക്കുള്ളൂ. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞ അപ്പോസ്തലനെ പോലെ കർത്താവിൻ്റെ സാക്ഷികളായി ഈ ലോകത്തിൽ യേശുവിൻ്റെ സൗരഭ്യം പരത്തിക്കൊണ്ട് ജീവിക്കുന്നവരായി നാം തീരും. ക്രിസ്തുവിനെ അറിയുമ്പോൾ ഞാൻ ഒരു നോവൽ വായിച്ചിട്ടുണ്ട്. ആ നോവൽ ഞാനതിൻ്റെ ചിത്രാവിഷ്കാരവും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അതിൽ കണ്ടത് ഇപ്രകാരമാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവചരിത്രവുമായി ബന്ധപ്പെട്ട ഒരു നോവലാണത്. ജൂഡാ ബെൻഹർ എന്ന് പറയുന്ന ആ കഥാകാരൻ, അത് ലൂ വാലസ് എഴുതിയ ബെൻഹർ എന്ന് പറയുന്ന ആ നോവലിൽ ജൂഡാ ബെൻഹർ എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. ഈ ജൂഡാ ബെൻഹർ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് പോവുകയാണ്. ആ ക്രൂശ് എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ ജൂഡാ ബെൻഹർ അത് കാണുകയാണ്. ഈ ജൂഡാ ബെൻഹർ കണ്ടു യേശു ക്രിസ്തു വേച്ചും മുന്നോട്ട് പോകുന്നു. ചിലപ്പോൾ വീഴുന്നു, വീണ്ടും എഴുന്നേറ്റ് ഭാരമേറിയ കുരിശും ചുവന്നുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ആ ക്രൂശും ചുവന്നുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ, അത്രമാത്രം വിഷമിച്ച് ആ ക്രൂശ് ചുവന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന അത് കണ്ടപ്പോൾ ഈ ജൂഡാ ബെൻഹറിന് വളരെയധികം പ്രയാസം തോന്നി. ജൂഡാ ബെൻഹർ എന്ത് ചെയ്തു? എല്ലാവരെയും മാറ്റി നിർത്തിയിട്ട്, പട്ടാളക്കാരെയും ആ കർത്താവായ യേശു ക്രിസ്തുവിനെ ദുഷിക്കുന്ന ജനത്തെയെല്ലാം മാറ്റി നിർത്തിയിട്ട് അവരെല്ലാവരും ഈ ജൂഡാ ബെൻഹറിനെ തടുക്കുവാൻ നോക്കി. അങ്ങനെ തടുക്കുവാൻ നോക്കിയപ്പോൾ അവരെല്ലാം മാറ്റി നിർത്തിയിട്ട് മുന്നോട്ട് പോയി യേശുവിൻ്റെ കുരിശ് താങ്ങിക്കൊണ്ട്, യേശുവിൻ്റെ കുരിശ് താങ്ങി യേശുവിൻ്റെ ഒരു സഹായം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. പ്രിയമുള്ളവരെ, ഈ വക്രതയും കോട്ടവും നിറഞ്ഞ തലമുറയുടെ നടുവിൽ അനിന്ദിരും പരമാർത്ഥികളുമായി നിന്നുകൊണ്ട് യേശുവിൻ്റെ സാക്ഷികളായി നിൽക്കുവാൻ തക്കവണ്ണം കർത്താവായ ക്രൂശ്
നമുക്ക് കാണിച്ചു തരികയാണ്. ഈ ക്രൂശിനെ നാം കാണുമ്പോൾ ക്രൂശിൽ കൂടി നമുക്ക് കിട്ടുന്നത് അതാണ് യേശു ക്രിസ്തുവിൻ്റെ സാക്ഷികളായി തീരുകയാണ്. പാപമോചനം ലഭിച്ച് നിത്യജീവൻ പ്രാപിച്ച് സമാധാനം ലഭിച്ച് കർത്താവിൻ്റെ സൗരഭ്യം പരത്തിക്കൊണ്ട് യേശുവിൻ്റെ സാക്ഷികളായി നിൽക്കുവാൻ തക്കവണ്ണം നമ്മെ ഓരോരുത്തരെയും കർത്താവ് വിളിക്കുകയാണ്. ഒരൊറ്റ കാര്യം മാത്രം തീരുമാനിക്കുക, എൻ്റെ യേശുവിനോടൊരു കാര്യം മാത്രം പറയുക, എൻ്റെ യേശുവേ, ഇനി ഞാൻ പഴയ പാപത്തിലേക്കില്ല, ഇനി ഞാൻ പഴയ അശുദ്ധിയിലേക്കില്ല, ഇനി ഞാൻ പഴയ വെറുക്കത്തിലേക്കില്ല, ഇനി ഞാൻ പാപത്തിൻ്റെ വഴിയിൽ നടക്കാതെ ഒരു പുതിയ ജീവിതം പ്രാപിച്ചുകൊണ്ട് പുതിയ സൃഷ്ടിയുടെ അനുഭവത്തിൽ നിന്നെ ഘോഷിച്ചുകൊണ്ട് നിൻ്റെ പിന്നാലെ നടന്നുകൊണ്ട് വിശുദ്ധി തികച്ചുകൊണ്ട് വേല തികച്ചുകൊണ്ട് വിശ്വസ്തനായി ഈ ലോകത്ത് ഞാൻ നിലനിൽക്കുമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് യേശുവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. യേശുവിനോട് പറയണം, എൻ്റെ യേശുവെ, നീ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ. യേശു ക്രിസ്തു പറയുന്നു, ഇതാണ് മാത്രമാണ് പറയുന്നത്, ഞാനിതാ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്ത് വന്ന് ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കുമെന്ന് കർത്താവ് പറയുകയാണ്. ഞാൻ കടന്നു വരാൻ തയ്യാറായി വാതിൽക്കൽ നിൽക്കുകയാണ്. എൻ്റെ യേശുവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ഓരോരുത്തരുടെ ജീവിതം നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. പുതിയ ജീവിതം നമുക്ക് പ്രാപിക്കാം. ആ പുതിയ ജീവിതത്തിൻ്റെ പുതിയ വരിയിൽ കൂടെ നമുക്ക് നടക്കാം. ദൈവനാമം മാത്രം മഹത്വപ്പെടട്ടെ.